വലിയ ഒരു ജനസഞ്ചയമാണല്ലോ റാലിയിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സംഘാടകരെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ്. അതെ അതെ അതെ, കുറെ ആളുകൾക്ക് ഇറങ്ങാൻ കഴിയാതെ അവര് സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് കൂടെ പോയിരിക്കുകയാണ്. നമ്മുടെ ഒരു ഇത്രയും ജനമുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഇത് ഇവിടെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ വലിയ രീതിയിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇനിയൊരു സംഘടിത സ്വഭാവമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് കേവലം കാർഷിക മേഖലയിൽ മാത്രം നടക്കുന്ന വിഷയമല്ല. നമ്മളുടെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ന്യൂനപക്ഷ അവകാശങ്ങൾ, ഇതെല്ലാം നമ്മൾക്ക് ഇന്ന് നമ്മുടെ അവകാശങ്ങളായിട്ട് നേടിയെടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥകളാണ്. നമ്മൾ ക്രൈസ്തവ വിഭാഗങ്ങൾ യോജിച്ചു നിൽക്കണം, വിശ്വാസികൾ. തീർച്ചയായും ഇതിപ്പോ താമരശ്ശേരി രൂപതയിലെ ആളുകളാണ്, അതിന്റെ പ്രതിനിധികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ താമരശ്ശേരി രൂപത അല്ലാതെ കത്തോലിക്ക സഭ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ മലയോര പ്രദേശത്തെ മുഴുവൻ ക്രൈസ്തവ വിഭാഗങ്ങളും ഒരുമിച്ച് അവരുടെ പൊതു ആവശ്യത്തിന് വേണ്ടി ശബ്ദമുയർത്തേണ്ട ഒരു കാലഘട്ടമായിരിക്കുകയാണ്. ഈ ക്രൈസ്തവർ തീർച്ചയായിട്ടും പ്രതികരിക്കുന്നതിൽ പിന്നോക്കം പോയ അല്ലെങ്കിൽ കാലതാമസം ഉണ്ടായോ? തീർച്ചയായും അത് തന്നെയാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെന്ന ഒരു സമാധാനത്തിന്റെയും സഹവർത്തിത്തിന്റെയും ഒരു രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളൂ. ക്രിസ്തു തന്നെ കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ സാർവത്രിക സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ എന്നും പറഞ്ഞിട്ടുള്ളൂ. നമ്മളിലൂടെ എല്ലാവരും സംരക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ വലിയ രീതിയിൽ നമ്മൾ ഇല്ലാതായി പോകാനുള്ള സാധ്യത പോലും നമ്മൾ മുന്നിൽ കാണുന്നു. നമ്മൾ തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അധികാര സ്ഥാനം. അതെ, തീർച്ചയായും സകല മേഖലകളിലും നമ്മൾ ആ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ 4 തൂണുകൾ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, മീഡിയ, ഇവിടെ ഒന്നും നമ്മുടെ ആരുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലൊരു സംവരണ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. നിലവിലിപ്പോൾ നമുക്ക് സാമ്പത്തിക സംവരണമുണ്ട്, EWS സംവരണമുണ്ട്. പക്ഷേ അതിൽ പോലും അല്പവും കൂടി സുതാര്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവരോട് ഇത്തരത്തിലുള്ള ഒരു അവഗണന ഉണ്ടാകുന്നത്? ക്രൈസ്തവരോടുള്ള അവഗണനയുടെ ഒരു പ്രധാന കാരണം ഞാൻ പറയാം. നമ്മൾ പരമ്പരാഗതമായി ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, അതായത് നമ്മളുടെ സാമുദായികതയിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. നമ്മൾ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചിട്ടുള്ളവരാണ്. ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം, അങ്ങനെ പോകുന്നു. ഇപ്പോൾ ആണെങ്കിൽ പോലും വലിയൊരു ശതമാനം ഏതെങ്കിലും മറ്റൊരു 3ാം രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ BJP പോലെയുള്ള സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷെ അതിനൊക്കെ ഉപരി സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നവരുടെ കൂടെ സമുദായമുള്ളൂ എന്ന ആ ഒരു രാഷ്ട്രീയ അവബോധം നമ്മളുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ തന്നെ നമ്മുടേതായ ഒരു പാർട്ടി ഉണ്ടാകണമെന്നൊരു ചിന്ത, ഒരു അഭിപ്രായം പിതാവ് മുന്നോട്ട് വെച്ചു. അത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. ഗൗരവത്തിൽ ചിന്തിക്കുകയാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും അതിനൊരു അല്പസമയം എടുക്കും. പക്ഷെ ഇനിയും ഇങ്ങനെ നിന്നാൽ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മൾ നിൽക്കാതിരുന്നാൽ എന്താണ് പ്രശ്നം? നമ്മളെ ആരും പരിഗണിക്കാത്ത സാഹചര്യമാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോയാലും നമുക്കുണ്ട് ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ കഴിയാത്ത അപകടമാണ് ഇപ്പോൾ ഉള്ളത്.